പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലെൻഡ് ഒബ്സർവേഷൻ ഈസ് നോട്ട് ഫോർ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ബട്ട് ഇറ്റ് ഈസ് ഫോർ ഇന്റേണൽ എക്സ്പീരിയൻസ്. നോമ്പ് ആചരണം വെറും ഒരു ബാഹ്യപ്രകടനത്തിനല്ല, പിന്നെയോ ഒരു അനുഭവമായി തീരണം. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ധ്യാനങ്ങൾ കർത്താവിൻ്റെ കഷ്ടപ്പാടുകളും ക്രൂശുമരണ ഉയർപ്പും ഒക്കെ ധ്യാനിക്കുന്ന സമയം ആണല്ലോ. ഭക്ഷണം വർജിക്കുന്നതിലൂടെ ശാരീരിക സൗഖ്യവും ആത്മീയ നിയന്ത്രണത്തിലൂടെ മാനസിക സൗഖ്യവും വചനധ്യാനത്തിലൂടെ ജീവിത പുതുക്കത്തിനും കാരണമായി തീരണം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഈ വാക്യത്തിൽ നിന്ന് 2 കാര്യങ്ങൾ എടുത്ത് പറയട്ടെ. 1, രക്ഷിക്കപ്പെടുക. 2, ക്രൂശിന്റെ വചനം. 1, രക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. യേശു എന്തിനാണ് ലോകത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, പാപികളെ രക്ഷിപ്പാൻ എന്ന്. രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുമുള്ള വിടുതലാണ്. എന്താണ് ശിക്ഷ? പാപത്തിന്റെ ഫലമായ മരണത്തിൽ നിന്നും ഉള്ള വിടുതലാണ്. അതിനുവേണ്ടിയാണ് യേശു യാഗമായി തീർന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നല്ലോ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷയുണ്ട്, വിശ്വസിക്കാത്തവന് രക്ഷയില്ല, നാശം എന്നാണ് ഈ വചനം വളരെ വ്യക്തമായി പറയുന്നത്. പൗലോസ് റോമർക്ക് ലേഖനം 3:23 പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിൻ്റെ അർത്ഥം എല്ലാവരും ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ റോമർക്ക് ലേഖനം 10:9 പ്രകാരം പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ ഉറപ്പുവരുത്തണം. ആർ യു എ മർത്തമൈറ്റ്? നീ ഒരു മർത്തമക്കാരനാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ യേശു പറയും. എന്നാൽ ആർ യു എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ? നീ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ ഉത്തരം? യേശു പറയുമോ അതോ നോ പറയുമോ? അതോ കൺഫ്യൂഷനിൽ നിൽക്കുമോ? യേശു പറയാനുള്ള ഉറപ്പും പ്രത്യാശയും നമുക്ക് ഉണ്ടായിരിക്കണം. 2, ക്രൂശിന്റെ വചനം എന്താണ്? നമ്മുടെ പാപമോചനത്തിനു വേണ്ടിയാണ് യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തിയത് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാടായി അവൻ കാൽവറിയിൽ യാഗമായി തീർന്നു. യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ 2 കള്ളന്മാരെയും ഇടത്തും വലത്തുമായി ക്രൂശിൽ തറച്ചു. കാൽവറിയിൽ ഉയർന്ന ഓരോ കുരിശും ഓരോ സന്ദേശം ലോകത്തിന് നൽകുന്നു. ഒരു കള്ളൻ യേശുവിനെ നിന്ദിക്കുന്നു. അവൻ്റെ കുരിശ് ലോകത്തിന് നൽകുന്ന സന്ദേശം മോചനം ലഭിക്കാത്ത കുരിശ്. ഒരുത്തൻ യേശുവിനെ വന്ദിക്കുന്നു. അവൻ്റെ കുരിശ് പറയുന്നത് മോചനം ലഭിച്ച കുരിശ്. യേശുവിൻ്റെ കുരിശോ ലോകത്തിന് നൽകുന്ന സന്ദേശം മോചനം നൽകുന്ന കുരിശ്. ലോകത്തിലുള്ള 2 കൂട്ടം ആളുകളുടെ പ്രതിനിധികളാണ് ഈ കള്ളന്മാർ. 1 യേശുവിനെ തിരസ്കരിക്കുന്നവരുടെ പ്രതിനിധി എങ്കിൽ മറ്റവൻ യേശുവിനെ സ്വീകരിക്കുന്നവരുടെ പ്രതിനിധി ആണ്. യേശുവിനെ തിരസ്കരിക്കുന്നവന് മോചനം നഷ്ടമായപ്പോൾ യേശുവിനെ സ്വീകരിച്ചവന് മോചനം ലഭ്യമായി. യേശുവിൻ്റെ കുരിശ് ഇന്നും മോചനം നൽകാൻ തയ്യാറാണ്. നമുക്ക് യേശുവിനെ സ്വീകരിച്ച് അവനിൽ നിന്ന് പാപമോചനം പ്രാപിക്കാം.
നമ്മൾ സഭയ്ക്ക് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും നഷ്ടമായി പോകാതെ രക്ഷയെ ഗണ്യമാക്കി ജീവിക്കാം. ഈ നോമ്പാചരണം വളരെ അർത്ഥവത്തായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു.